أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون 17-ാമത്തെ ജുസു തുടങ്ങുന്നത് സൂറത്തുൽ അംബിയ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ തന്നെ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ അംബിയ. 112 ആയത്തുകളും 7 റുക്കൂകളുമാണ് ഈ സൂറത്തിലുള്ളത്. സാധാരണ മക്കി സൂറത്തിലെ പ്രമേയം പോലെ തന്നെ ഇതിൻ്റെയും വിഷയങ്ങൾ റിസാലത്ത്, തൗഹീദ്, ആഖിറത്ത്, ഇത് മൂന്നുമാണ്. മാത്രമല്ല മക്ക കാഫിരീങ്ങൾ അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പരിശുദ്ധ ഖുർആനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ, അതിന് അക്കമിട്ട് മറുപടി പറയുന്ന സൂറത്താണ് സൂറത്തുൽ അംബിയ. ഈ സൂറത്തിൽ ഏകദേശം 17 അമ്പിയാക്കളുടെ പേരും അവരുടെ ചിലരുടെ സംഭവങ്ങളും ചുരുക്കിയ രൂപത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ അംബിയ എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കാ മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നത് തങ്ങളുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ അതിലൊരു വിമർശനമാണ് അവരുടെ, എന്തുകൊണ്ട് ഒരു മനുഷ്യനെ നബിയാക്കി അയച്ചു. അപ്പോൾ അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു. മനുഷ്യനെ സംസ്കരിക്കാൻ മനുഷ്യനെയാണ്, മറ്റൊരാളെ നബിയായിട്ട് അയച്ചാൽ അത് പൂർത്തിയാകില്ല എന്നും, അതുപോലെ തന്നെ കാഫിരീങ്ങൾ രഹസ്യമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഇവർ പറയും ഇതൊരു മാരണമാണ്, മാരണവിദ്യയിലൂടെയാണ് ഇദ്ദേഹം ഇതെല്ലാം അറിയുന്നത്. ചിലപ്പോൾ പറയും ഇതൊരു പാഴ്ക്കിനാവുകളാണ്, അങ്ങനെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ തോന്നുന്നതൊക്കെ പറയുന്നതാണെന്ന് പറയും. ചിലപ്പോൾ പറയും ഇദ്ദേഹം ഏതോ ഒരു വലിയ കവിതാ സമാഹാരം അല്ലെങ്കിൽ ഒരു കവിയാണ്, അപ്പോൾ കവികളുടെ പദ്യങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ച് അങ്ങനെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് അംഗീകരിക്കാതിരിക്കാൻ എന്തെല്ലാം ഒഴിവുകഴിവുകളുണ്ടോ അതെല്ലാം അവർ പറഞ്ഞ് പരത്തിയിരുന്നു. പിന്നെ നമ്മൾ സാധാരണ മുമ്പുള്ള സൂറത്തുകളിലും ജുസുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് മുഅ്ജിസത്ത് ആവശ്യപ്പെടുക. അപ്പോൾ അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ കൊടുക്കുകയാണ്. മുഅ്ജിസത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയും സൂചിപ്പിച്ചൊരു വിഷയമാണ്. ഒരു സമുദായം മുഅ്ജിസത്ത് ആവശ്യപ്പെടുകയും അത് നൽകപ്പെടുകയും ചെയ്ത് എന്നിട്ട് അവർ ധിക്കരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ മക്കാ മുശ്രിക്കീങ്ങളെ ഒന്നടങ്കം അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന ഓരോരോ മുഅ്ജിസത്തുകളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി തങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാതിരുന്നത്. എന്നാൽ പ്രവാചകനാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പല മുഅ്ജിസത്തുകളും നബി തങ്ങളിലൂടെ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിലേറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ എന്നത്. ആ മുഅ്ജിസത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇവരാവശ്യപ്പെടുന്ന ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാതിരുന്നത് ഈ ഒരു കാരണത്തിൻ്റെ പേരിലാണ്. അതിനുശേഷം കാഫിരീങ്ങളുടെ ഓരോരോ തെറ്റായ വിശ്വാസങ്ങൾ, അതിന് മറുപടി കൊടുക്കുകയാണ് ഈ സൂറത്തിലുടനീളം. അപ്പോൾ ഒരു വിശ്വാസമാണ് ആകാശത്തൊരു ദൈവം, ഭൂമിയിലൊരു ദൈവം. ഭൂമിയിൽ ഞങ്ങളുടെ ഈ വിഗ്രഹങ്ങളൊക്കെയാണ് ഭൂമിയുടെ കാര്യങ്ങൾ നോക്കുന്നത്, ആകാശത്തിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായ മറുപടി പറയുകയാണ്. ആകാശഭൂമികളിൽ ഒന്നിൽ കൂടുതൽ ദൈവമുണ്ട് എങ്കിൽ, ഒന്നിൽ കൂടുതൽ ഇലാഹുണ്ട് എങ്കിൽ ഇതാകെ തകർന്ന് തരിപ്പണമായി പോയേനെ, ഈ സംവിധാനം മൊത്തം തകർന്നു പോയേനെ. കാരണം 2 ദൈവമുണ്ട്. കാരണം ആകാശം ഭൂമി എന്ന് പറയുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്നാണ്. ഇതൊന്നും വേറെ വേറെ ലോകമല്ല, മറിച്ചെല്ലാം ഒന്നാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണുള്ളത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇതെല്ലാം തന്നെ കൃത്യമായ സൂര്യൻ അതിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ഓരോ വർഷത്തിലുള്ള ദൂരങ്ങൾ, വർഷത്തിലെ ഓരോ മാസത്തിൽ എത്ര ദൂരത്ത് സൂര്യൻ നിൽക്കും, ഭൂമിയിൽ നിന്ന് എത്ര ദൂരം മാറി നിൽക്കും, ഇതൊക്കെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ തോത്, അതിൽ നിന്ന് അല്പം അങ്ങോട്ട് മാറിയാലോ
കുറച്ച് അടുത്ത് പോവുകയാണെന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ദൂരെ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവൻ തന്നെ നിലനിൽക്കില്ല. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇതെല്ലാം ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ ആ സംവിധാനത്തിലുള്ളത് ഒന്നിനകത്തൊരു ദൈവം മറ്റൊരു ദൈവമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം തകർന്നു പോകും. ആ ദൈവം കൽപ്പിക്കുന്നത് ഈ ദൈവം കൽപ്പിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് പ്രശ്നങ്ങളാകും എന്നുള്ളതാണ് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്. അതിനുശേഷം ഈ കാഫിരീങ്ങളുടെ വിശ്വാസത്തിനെ നിരാകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 6 തെളിവുകളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതിലൊന്നാമത്തെ തെളിവാണ് ആകാശഭൂമി എന്നത് ചേർന്നിരുന്ന ഒന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ടാക്കി എന്നുള്ള ഒരു തെളിവ്. ഇന്നത്തെ ആധുനിക സയൻസ് പോലും അവകാശപ്പെടുന്നൊരു വാദമാണ്, ഇതെല്ലാം ഒന്നായിരുന്നു, അപ്പോൾ പിന്നെയാണ് ഇതെല്ലാം വിഘടിച്ച് പലതായി മാറിയത് എന്ന്. പക്ഷെ ആ കാലഘട്ടത്തിലെ അന്നത്തെ സയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ ഗോളശാസ്ത്രജ്ഞന്മാരൊന്നും ഈ ഒരു ആശയം കൊണ്ടുവന്നിരുന്നില്ല. ആ സമയത്താണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്. എല്ലാ ജീവനുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം ജീവൻ്റെ നിലനിൽപ്പിന്, ജീവൻ്റെ തുടിപ്പിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതും ബാക്കിയുള്ള നമുക്കറിയാം, ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ല എങ്കിൽ അവിടെ ജീവന് നിലനിൽപ്പുണ്ടാകില്ല എന്നത് ഇതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ പോലും, എല്ലാ വസ്തുക്കളുടെ ജീവൻ, അത് മനുഷ്യരാകട്ടെ, ജീവികളാകട്ടെ, അല്ലെങ്കിൽ സസ്യങ്ങളാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, എല്ലാത്തിനും വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വെള്ളമാണ് അതിൻ്റെ ഏറ്റവും മൂലകാരണം. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ ഉറപ്പിച്ചു വെച്ചു. ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം അതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. പർവ്വതങ്ങളില്ല എങ്കിൽ നമുക്കറിയാം എല്ലാ ഭാഗവും ഒന്നുകിൽ കടലിലേക്ക് ചേർന്ന് പോകും ഭൂമി. അപ്പോൾ അതിൽ നിന്ന് മണ്ണുകളെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ അതിനൊരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി, ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യന് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ടി പാതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചു. എല്ലാ മലകളല്ലാതെ മലയുടെ ചെരിവുകൾ, ആ ചെരിവുകളിലൂടെ മനുഷ്യന് സഞ്ചരിക്കാം. അങ്ങനെ പാതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ആകാശത്തെ ഒരു മേൽപ്പുര പോലെയാക്കി മാറ്റി. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, സൂര്യൻ, എല്ലാത്തിനും കൃത്യമായ സഞ്ചാരപഥങ്ങൾ. ഇതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രയോഗം ഫലക്ക്. ഫലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു വൃത്തം എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കൃത്യമായ സഞ്ചാരപഥങ്ങളുണ്ട്. ആ സഞ്ചാരപാതയിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് എന്നും പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അന്നുണ്ടായിരുന്ന ശാസ്ത്രമനുസരിച്ച് അന്നത്തെ വലിയ ശാസ്ത്രജ്ഞനായിട്ട് അറിയപ്പെട്ടിരുന്നത്, അതായത് അന്നത്തെ ഫിലോസഫറും അന്നത്തെ ഗണിത ശാസ്ത്രജ്ഞനൊക്കെ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് തോളമസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻസ് ആയിരുന്നു അന്ന് പ്രചാരമുണ്ടായിരുന്നത്. ആ സയൻസ് അനുസരിച്ച് എല്ലാം ആകാശവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ഇതിനൊന്നും പ്രത്യേകിച്ച് സഞ്ചാരമില്ല, അത് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ സഞ്ചരിക്കുന്നതാണ് എന്നുള്ള ഒരു തിയറി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ അതിനെയൊക്കെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി എന്ത് ചെയ്യുകയാണ്, എതിർത്തുകൊണ്ട് അങ്ങനെയല്ല, ഓരോ ഗ്രഹങ്ങൾക്കും കൃത്യമായ സഞ്ചാരപാതകളുണ്ട്. ആ പാതയിലൂടെ അത് ഒഴുകുകയാണ്. അറബിയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് നീന്തുക എന്നാണ്. അപ്പം കൃത്യമായ ആ സഞ്ചാരപാതയിലൂടെ അത് ഒഴുകിപ്പോകുന്നു, അത് നീന്തിപ്പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാണ്, പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ രാത്രി പകൽ, അതിൻ്റെ വ്യത്യാസങ്ങൾ. രാത്രി ദീർഘമാകുന്നു, ചില സമയത്ത് പകൽ ചുരുങ്ങുന്നു, ചില സമയത്ത് പകൽ ദീർഘമാകുന്നു, രാത്രി ചുരുങ്ങുന്നു. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കുദ്റത്തുകളെ ഓരോന്നായിട്ട് എന്ത് ചെയ്യാണ്, അള്ളാഹുവാണ് ഈ കാര്യങ്ങളെല്ലാം സംവിധാനിച്ചിരിക്കുന്നത്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് എന്ന് വ്യക്തമായ തെളിവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവും കാത്തിരിക്കുന്ന ഒരവസ്ഥ. തങ്ങൾ മരിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു അവർ. അപ്പോഴത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും മരിക്കും, അത് താങ്കളും മരിക്കും. അതുപോലെ തന്നെ താങ്കൾ മരിച്ചെന്നും പറഞ്ഞ് അവരെന്നും ശാശ്വതമായിരിക്കണമെന്നില്ല, അവരും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മരിക്കും എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു പ്രധാന വിഷയമെന്ന് വെച്ചാൽ, ആഖിറത്തിൽ
മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നീതി നടപ്പാക്കുന്ന ഒരു ദിവസം വരുമ്പോൾ അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നീതി നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് കോടതിയിൽ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തി ഒരു കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ജഡ്ജിന് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. ഉദാഹരണത്തിന് ജഡ്ജി തന്നെ അയാൾ ചെയ്ത കുറ്റം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജ് എന്ത് ചെയ്യൂല, ഒരിക്കലും അയാളെ വിധിക്കൂല, അയാൾക്ക് ശിക്ഷ വിധിക്കൂല. മറിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അത് ബോധ്യപ്പെടുത്തും അയാൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തെളിവുകൾ വേണം. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു വിധി നടപ്പാക്കാൻ പറ്റില്ല. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അവൻ്റെ നീതി എന്ത് ചെയ്യുന്ന അന്നേ ദിവസം നടപ്പിൽ വരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമലുകൾ തൂക്കും. അതാണ് വനല്ലാഹുൽ മവാസീന. അപ്പം അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ തൂക്കും. അമലുകൾ ചെയ്ത അമലുകളെല്ലാം തന്നെ ഉണ്ടാകും. മനുഷ്യൻ അവൻ ചെയ്ത അമലുകൾ ഒന്നും തന്നെ അന്ന് ഒരു അമല് പോലും കാണാതെ പോകില്ല, എല്ലാം ഉണ്ടാകും. അപ്പോൾ അതിൽ നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കും. അതിൻ്റെ രൂപം എന്താണ് അത് അല്ലാഹു ആലം, നമുക്കറിയില്ല. അതിൻ്റെ ഏത് രൂപത്തിലായിരിക്കും അത് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. അല്ലാഹു പറഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാവർക്കും അവർ നീതിയുക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, വിധി നടപ്പിൽ വരുത്തും. അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, നരകത്തിൽ വരുന്നവർ നരകത്തിലേക്ക് പോകും. ഇതിനുശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പലയാവർത്തി ഉദ്ധരിച്ചതാണ്. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം, തൻ്റെ സമുദായം അവരന്ന് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോകാതെ സുഖമില്ല എന്ന് പറഞ്ഞ് അവർ പോയ സമയത്ത് അവരുടെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കും. എന്നിട്ട് ആ ഉടയ്ക്കാൻ ഉപയോഗിച്ച മഴു എടുത്ത് അവിടുത്തെ വലിയ വിഗ്രഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും. ഇവർ വന്ന് നോക്കുമ്പോൾ എല്ലാ വിഗ്രഹവും ഉടഞ്ഞിട്ടുണ്ടാകും. വലിയ വിഗ്രഹത്തിൻ്റെ കയ്യിൽ മഴുവുണ്ട്, ഉടയ്ക്കാൻ ഉപയോഗിച്ച മഴുവുണ്ട്. അപ്പോൾ ചോദിക്കും, ഇതാരാ ഇങ്ങനെ ചെയ്തതെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, അത് നിങ്ങളുടെ വലിയ വിഗ്രഹമാണ് ചെയ്തത്. വലിയ വിഗ്രഹത്തിനോട് ചോദിച്ചു നോക്കും. അതായത് അവർക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല, നിങ്ങളുടെ വലിയ വിഗ്രഹമാണ് അല്ലെങ്കിൽ വേറൊരാളാണ് ചെയ്തതെങ്കിൽ ആ വലിയ വിഗ്രഹം ഇതെല്ലാം തടുക്കേണ്ടതാണ്. അപ്പോൾ ഇവർക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായോഗികമായി അവർക്കത് ചെയ്ത് കാണിച്ചു കൊടുത്തത്. പക്ഷേ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷേധിക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇലാഹിനെ കുറിച്ച് മോശത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീയിലിടുന്നൊരു സംഭവമാണ് ഉണ്ടായത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകുന്നു. തീയോട് പറയുന്നു, നീ തണുപ്പുള്ളതായിത്തീര്, നീ രക്ഷയുള്ളതായിത്തീര് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മേൽ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീയുടെ പൊള്ളലേക്കുന്നില്ല. യാതൊരു പ്രശ്നവുമില്ലാതെ സുരക്ഷിതമായി ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തു വരികയാണ്. പിന്നെയാണ് തൻ്റെ സഹോദരൻ്റെ മകനുമായി ചേർന്നുകൊണ്ട് അവർ യാത്ര തുടങ്ങുന്നത്. പിന്നെയാണ് അവർ ഇറാഖ് വിട്ടുകൊണ്ട് ഷാമിലേക്ക് പുറപ്പെടുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാമിലേക്ക് പോകുന്നു. വനജൈനാഹു വലൂത്തൻ ഇലൽ അർളിൽ ലത്തി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ ചൊരിഞ്ഞ നാടാണത്. അതായത് ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന ഭാഗം. പിന്നെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താനങ്ങൾ അല്ലാഹു കൊടുക്കുന്നു. ഇസ്ഹാഖ് നബിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇസ്ഹാഖ് നബിക്ക് യാക്കൂബ് നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരമ്പര അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും അവരെല്ലാം സാലിഹ്യങ്ങളാക്കുകയും ചെയ്തു. അവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ നയിക്കാനുള്ള ഇമാമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനാണ്. അപ്പോൾ ആരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അതീതരല്ല. അവരും നമസ്കരിക്കണം, അവരും സക്കാത്ത് കൊടുക്കണം എന്നുള്ള കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിൻ്റെ നാടിനെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ദാവൂദ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങളിലേക്കാണ് പിന്നെ കിടക്കുന്നത്. ഏകദേശം ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു 500-600 വർഷങ്ങൾക്ക് ശേഷം വന്ന പ്രവാചകനാണ് ദാവൂദ്. അതും ബനു ഇസ്രായേലിൽപ്പെട്ട പ്രവാചകനാണ് ദാവൂദ് അലൈഹിസ്സലാം. അതിന് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത,
അദ്ദേഹത്തിന് നല്ല ശബ്ദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം തസ്ബീഹ് ചെല്ലുമ്പോൾ ആ തസ്ബീഹ് കേട്ടുകൊണ്ട് പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? തസ്ബീഹ് ചെയ്യുമായിരുന്നു എന്നാണ്. ഇപ്പോൾ എല്ലാം പക്ഷികളൊക്കെ അദ്ദേഹത്തിൻ്റെ തസ്ബീഹ് കേട്ടുകൊണ്ട് തസ്ബീഹ് ചെല്ലും എന്നാണ് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഈ ഇരുമ്പിൻ്റെ വിഷയത്തിൽ അതിനെ നിഷ്പ്രയാസം അതുകൊണ്ട് അദ്ദേഹത്തിന് പരിചയം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പടച്ചട്ട ഉണ്ടാക്കാനും ഒക്കെയുള്ളൊരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു. കാറ്റിനോട് പറയുമ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യങ്ങൾ, യാത്രകളൊക്കെ വളരെ നിഷ്പ്രയാസം, 1 മാസം ദൂരമുള്ളതൊക്കെ നിമിഷ നേരം കൊണ്ട് താണ്ടാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയുമായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ഒരു വ്യക്തിയുടെ കൃഷിസ്ഥലം മറ്റൊരു വ്യക്തിയുടെ മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നു. അങ്ങനെ ആ വ്യക്തി വന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരാതി പറയുന്നു. അപ്പോൾ ചോദിക്കും, ഇത് ഏത് സമയത്താണ് നശിപ്പിച്ചത്? പറയാം, രാത്രി സമയത്താണ്. അപ്പോൾ രാത്രി സമയത്ത് മൃഗങ്ങളെ സൂക്ഷിക്കേണ്ടത്, കെട്ടിയിടേണ്ടത് ആരുടെ ചുമതലയാണ്? മൃഗത്തിൻ്റെ ഉടമസ്ഥൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണോ അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ വന്ന നഷ്ടം, ആ നഷ്ടം വീട്ടാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. എത്രയാണോ ആ നഷ്ടം വീട്ടാൻ വേണ്ടി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വിധി പുറപ്പെടുവിക്കും. കൃത്യമാണ്, അത് ശരീഅത്തിൻ്റെ നിയമത്തിന് യോജിച്ചതാണ്. അന്നത്തെ ശരീഅത്തിൻ്റെ നിയമം അത് തന്നെയാണ്, ഇപ്പോഴും നിയമം അങ്ങനെ തന്നെയാണ്. എന്തായാലും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ വിധി കേട്ടു. അവർ പുറത്തേക്ക് പോകാൻ നേരത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാം കടന്നു വരുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അവരോട് ചോദിക്കും, എന്താ വിഷയം? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് തീരുമാനം പറഞ്ഞത്? അപ്പോൾ ആ തീരുമാനം ഇങ്ങനെ പറയും. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിക്കും. ഞാനൊരു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അഭിപ്രായം എന്ത് ചെയ്യും? പറയും. ആ അഭിപ്രായം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്താണ് അഭിപ്രായം? സത്യത്തിൽ അതൊരു വിധിയല്ല, മറിച്ച് ഒരു സുലഹാണ്. സുലഹ് എന്ന് വെച്ചാൽ പരസ്പര ധാരണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും യോജിച്ചു കൊണ്ടെടുക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ ആ രീതിയിൽ അതിനെ ഒരു സുലഹായിക്കൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞു തരുന്നത്. എന്താന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾ ആരുടെയാണോ, അപ്പം അദ്ദേഹം എന്ത് ചെയ്യുക? ഈ നഷ്ടപ്പെട്ടു പോയ കാർഷിക വിളവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൃഷി നന്നാക്കി കൊടുക്കുക. അത് വീണ്ടും വിളവ് വരുന്ന രീതിയിൽ, ഏത് രീതിയിലായിരുന്നു മുമ്പുണ്ടായിരുന്ന ആ രീതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുക? ഈ കൃഷി ശരിയാക്കുക. അതുവരെ അദ്ദേഹത്തിൻ്റെ മൃഗങ്ങളെല്ലാം ഈ കർഷകൻ്റെ കയ്യിലുണ്ടാകട്ടെ. അപ്പോൾ കർഷകൻ ആ മൃഗങ്ങളിൽ നിന്ന് പാലെടുത്ത് അയാൾക്ക് ഉപജീവനം എന്ത് ചെയ്യുക? നടത്താനും കഴിയും. അപ്പോൾ ഈ രണ്ട് തീരുമാനവുമായി, ഈ വിഷയവുമായി വന്ന, ഈ പ്രശ്നവുമായി വന്ന 2 പേർക്ക് ഈ തീരുമാനം കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നും. അവർ പറയുന്ന ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ബനു ഇസ്രായേലിൽപ്പെട്ട പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ അതിനുശേഷം ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തുകൾ കൊടുത്തു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പ്രവാചകന്മാരെ പറയുകയാണ്. അതിൽ ഇസ്മായിൽ നബിയുണ്ട്, ഇദ്രീസ് നബി, ദുൽകിഫൽ, ഇവരെല്ലാവരും ക്ഷമാശീലരായ പ്രവാചകന്മാരായിരുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹു ഇവരെ എല്ലാവരെയും പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം വദന്നൂൻ, മീനിൻ്റെ ആൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ചത്. കാരണം നമ്മൾ ആ സംഭവം നേരത്തെ പറഞ്ഞതാണ്. അപ്പം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, പിന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവവും അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ അവരുടെ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനത്തെ ബനു ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകൻ വരികയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇത്രയും പ്രവാചകന്മാരുടെ പരാമർശമുള്ള സൂറത്തായതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ അംബിയ എന്ന പേരും ഇതിനെന്ത് ചെയ്തത്? വന്നിരിക്കുന്നത്. അതിനുശേഷം മുഅ്മിനീങ്ങൾക്ക് യാതൊരു ഭയവും ഉണ്ടാകില്ല. ഖിയാമത്തിൻ്റെ സംഭവങ്ങളെല്ലാം സംഭവിക്കുമ്പോഴും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇത് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ തീരുമാനമാണ് നടപ്പിൽ വരുന്നത്. അതുകൊണ്ട് അവർക്കൊരു ഭയം ഉണ്ടാവില്ല. പക്ഷേ കാഫിരീങ്ങളുടെ അവസ്ഥ നേരെ വിപരീതമായിരിക്കും. അപ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. യൗമൻ യത്വി സമാഅ കത്വയ്യി സിജില്ലി ലിൽ കുതുബ്. ഏതുപോലെ നമ്മൾ ഈ കത്തുകളൊക്കെ മടക്കി, പണ്ട് കാലഘട്ടത്തിൽ റൂളറിനകത്ത് കത്തുകൾ എന്ത് ചെയ്യും? എഴുതിയതിന് ശേഷം റൂളറിനകത്ത് ഇങ്ങനെ ചുരുട്ടി വെക്കാറുണ്ട്. എന്നതുപോലെ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിക്കളയുന്ന ദിവസം എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഭയാനകമായ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, നല്ല ഖിയാമത്തിനെ കുറിച്ച്,
അതിനുശേഷം നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവസാനത്തിലൂടെ പറയുകയാണ്. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അവൻ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള കാര്യവും ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുകയാണ്. അവസാനമായി വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇവിടെ സബൂറിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കപ്പെട്ട ഗ്രന്ഥമാണ് സബൂർ. അപ്പോൾ അതിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവസാനിപ്പിക്കുന്ന ആയത്താണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്ക് ഖാല റബ്ബി ഹുക്കും ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട് നീ തീരുമാനമെടുക്കണേ റബ്ബേ എന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ വറബ്ബുന റഹ്മാൻ, നമ്മുടെ രക്ഷിതാവ് പരമകാരുണികനാണ്. അൽ മുസ്തആനു അലാ മാ തസിഫൂൻ, റഹ്മാൻ റഹീം എന്ന് പറയുന്ന രണ്ട് പദം. അതിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായി കരുണ ചെയ്യുന്നവനാണ്. വിശാലമായി കരുണ, എല്ലാവർക്കും കരുണയുണ്ടാകും. അത്ര വിശാലതയോടുകൂടെ കരുണ ചെയ്യുന്നവനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. പക്ഷെ റഹീം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി കരുണ ചെയ്യുന്നവനാണ്. ഇപ്പോൾ ഇവിടെ പ്രയോഗിച്ച പ്രയോഗം വിശാലമായി എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ്. അൽ മുസ്തആനു അലാ മാ തസിഫൂൻ, അള്ളാഹുവിനെക്കുറിച്ച് അവരെന്തൊക്കെയാണോ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്, അവരെന്തൊക്കെയാണോ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം എത്രയോ ഉന്നതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം ആ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായം അഭ്യർത്ഥിക്കപ്പെടേണ്ടവൻ അവനാണ്. അൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ വിവരിക്കുന്നത്, അതിനെ മാറ്റി നിർത്തി അതിൽ നിന്ന് അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത്. അവൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള റഹ്മാനായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ദഅവത്തിൻ്റെ അവസാന വാക്ക് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജ്. ഈ സൂറത്തിലെ ചില ആയത്ത് നബി തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ചതാണ്, ചില ആയത്തുകൾ തങ്ങളുടെ മദീന ജീവിതത്തിലും അവതരിപ്പിച്ചതാണ്. അപ്പം മക്ക ജീവിതത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന ഘട്ടത്തിലും പിന്നെ മദീന ജീവിതത്തിലും ആണ് ഈ സൂറത്ത് പൂർണ്ണമായും അവതരിച്ചത്. ഏകദേശം 78 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 10 റുക്കുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ സൂറത്തിൽ ജിഹാദിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം, ഈ ജിഹാദ് ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും അതിൻ്റെ പ്രതിഫലമുണ്ടാകും, ആഖിറത്തിലും അതിൻ്റെ പ്രതിഫലം കിട്ടും. ദുനിയാവിലെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ വിജയമാണ്. അപ്പോൾ ഈ വിഷയം മുഅ്മിനീങ്ങൾക്ക് അതിനുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും കൂടെ ഈ സൂറത്തിലൂടെ കാണും. ഇതിൻ്റെ തുടക്കം ഖിയാമത്ത് സംഭവിക്കാൻ പോകുന്ന രംഗങ്ങൾ, ആ ഖിയാമത്തിൻ്റെ ആ രംഗം നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരികയാണ് ഈ സൂറത്തിലൂടെ. അപ്പം ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അളീം എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുക, ഭയഭക്തിയുള്ളവരാകുക. കാരണം ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം എന്നതൊരു വലിയ സംഭവമാണത്. കാരണം അന്നേ ദിവസം മുലയൊടുക്കുന്ന ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്ന ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഭയാനകത പറയുകയാണ്. അവരുടെ കുഞ്ഞിനെ അന്വേഷിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഗർഭിണികൾ അന്നേ ദിവസം പ്രസവിച്ചു പോകും. ആ ദിവസത്തിൻ്റെ ആ ഗൗരവവും ആ സംഭവ വികാസങ്ങൾ കണ്ട് പേടിച്ച് ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന ദിവസം ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരായിട്ട് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ വമാഹും ബി സുക്കാർ, അവർക്ക് ലഹരിയൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ ലഹരി ബാധിച്ചവരെ പോലെ ആയിരിക്കും അന്നേ ദിവസം. അപ്പം ആ ദിവസം നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് തരികയാണ്. ഇതായിരിക്കും ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം മരണാനന്തര ജീവിതത്തിലുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ ആ സംശയത്തിനുള്ള മറുപടിയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് മരണാനന്തര ജീവിതത്തെ സംശയിക്കുന്നത്? അത് സംശയിക്കേണ്ട കാര്യമല്ല. കാരണം മനുഷ്യൻ്റെ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് സ്വന്തം നഫ്സ്, സ്വന്തം ആ മനുഷ്യൻ അവനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഡയറക്റ്റായിട്ട് മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നമ്മളെ ഓരോരുത്തരെയും ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ആ ജന്മത്തിൽ മണ്ണിൻ്റെ
സ്വാധീനമുണ്ട്. ഇൻഡയറക്റ്റായിട്ട് നമ്മളൊക്കെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മണ്ണിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇന്ദ്രിയത്തുള്ളിയാക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു രക്തക്കട്ടയാക്കി. പിന്നെ അതിനെ മാംസക്കട്ടയാക്കി. ആ മാംസക്കട്ടയെ തന്നെ അള്ളാഹു മുഖല്ലഖത്തിൻ ഔ ഗൈരി മുഖല്ലഖത്തിൻ, സൃഷ്ടിപ്പ് പൂർണ്ണമായ മാംസക്കട്ടയുണ്ട്, സൃഷ്ടിപ്പ് പൂർണ്ണമല്ലാത്തതുമുണ്ട്. അതിൽ ചിലതാണെങ്കിൽ അവയവങ്ങൾ, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ചില അവയവങ്ങൾ ഇല്ലാതെ ജനിക്കും, ചിലതാണെങ്കിൽ അബോഷനായി പോകും, ചിലത് പൂർണ്ണ അവയവത്തോടുകൂടെ സുരക്ഷിതമായ രീതിയിൽ ജനിക്കും. ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഗർഭത്തിൽ തന്നെ അള്ളാഹു എത്രയാണോ തീരുമാനിക്കുന്നത് ആ അവധി വരെ ഗർഭത്തിൽ ആ കുഞ്ഞുണ്ടാകും. പിന്നെ അതിനുശേഷം കുട്ടിയായിട്ട്, പിന്നെ അതിനുശേഷം ചെറുപ്പക്കാരനായിക്കൊണ്ട്, അതിൽ തന്നെ ചിലർ ചെറുപ്പപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകും. ചിലരാണെങ്കിൽ വയസ്സിൻ്റെ അങ്ങേയറ്റം അറുദലുൽ ഉമർ അഥവാ ഏറ്റവും വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ചെറുപ്പകാലത്ത് നടന്നിരുന്ന കാര്യങ്ങളെല്ലാം മറന്ന്, തനിക്ക് താൻ പഠിച്ചു വെച്ചതും എല്ലാം മറന്ന് വളരെ കുറച്ച് കാര്യം മാത്രം ഓർമ്മയിൽ തട്ടി നിൽക്കും. അങ്ങനൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഇതിലൂടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് എങ്കിൽ ഇനി ഒരു ജീവിതം അവന് വരാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതുപോലെ തന്നെ തരിശ് ഭൂമി, ഒന്നും തന്നെ മുളയ്ക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു മഴ വർഷിക്കുമ്പോൾ എല്ലാം വീണ്ടും മുളച്ചു വരുന്നു. ഇതിലൂടെയും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഒരു പുനർജീവിതം എന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പുനർജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളും സൽക്കർമ്മം ചെയ്തവരെയും അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർക്കുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നെ ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അള്ളാഹുവിനെ പ്രവാചകനെ പിൻപറ്റാത്ത ആൾക്കാർ, അത് 3 തരക്കാരാണ്. ഒന്ന്, കൃത്യമായ വഴികേടിലായവർ, പൂർണ്ണ സത്യനിഷേധികളാണ്, യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാത്തവർ. മറ്റൊരു കൂട്ടരെന്ന് വെച്ചാൽ അവർ സംശയത്തിലാണുള്ളത്, ഹക്കാണോ അല്ലയോ എന്നുള്ള സംശയം പിടിച്ച് അവർക്ക് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ അവരെന്ത് ചെയ്യുന്നില്ല, സത്യമാർഗത്തിലേക്ക് വരുന്നില്ല. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, സത്യമാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് നമുക്കുണ്ട് എങ്കിൽ, ദുന്യവിയായ എന്തെങ്കിലും പ്രയോജനങ്ങൾ കണ്ടാൽ മാത്രമേ അവർ വരൂ. അങ്ങനെ ഒരു പ്രയോജനവും കാണുന്നില്ല എങ്കിൽ പിന്നെ അവർ സത്യദീനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 3 കൂട്ടർ മനുഷ്യരുടെ 3 കൂട്ടരെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാബയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ കാബയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ചില അമലുകളും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാബ പുനർനിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൽപ്പിക്കുന്നു. കാരണം കാബത്തുള്ള നേരത്തെ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ അടയാളങ്ങളെല്ലാം പോയി കഴിഞ്ഞു, പൊളിഞ്ഞു പോയി, അതിൻ്റെ അടയാളങ്ങളെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കാബയെ ഒന്നുകൂടെ ആ സ്ഥലം പുനർനിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം നിർമ്മിച്ചതിന് ശേഷം വിളംബരം നടത്താൻ വേണ്ടി പറയുന്നു. അങ്ങനെ ജബലു അബി ഖുബൈസിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ് ഹജ്ജിലേക്ക് ജനങ്ങളെ. അപ്പോൾ ആ വിളി എല്ലാവരും കേട്ടു. ആരെല്ലാം ആ വിളി കേട്ടു അവരെല്ലാം ഉത്തരം കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പലരും ആ സമയത്ത് ഇല്ലാത്തവരുണ്ട്, അവരുടെ അർവാഹുകൾ ആ വിളികൾ കേട്ടു. ആ കേട്ടവരെല്ലാം തന്നെ ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഹജ്ജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ആ ഹജ്ജിന് പോകുന്ന രീതിയെക്കുറിച്ച് പറയുകയാണ്. യഅ്തൂക റിജാലൻ, നടന്നുകൊണ്ടും അതുപോലെ തന്നെ മെലിഞ്ഞ ഒട്ടകത്തിലും, വലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതായത് എല്ലാ ദൂര സ്ഥലങ്ങളിൽ നിന്നും മെലിഞ്ഞ ഒട്ടകത്തിൽ, വലിയ സൗകര്യത്തോടു കൂടി അല്ല ഹജ്ജിന് പോകുന്നത്. കഴിവിൻ്റെ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടോ അതെല്ലാം സഹിച്ചുകൊണ്ട് ഹജ്ജിലേക്ക് ആ വിളി ഉത്തരം കേട്ടുകൊണ്ട് ആ ജനങ്ങൾ അവിടേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം പിന്നെയുള്ളത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇഹ്റാം അഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നേർച്ചകളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അറുത്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ അറുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറുത്തു കൊടുത്തതിന് ശേഷം ഇഹ്റാം അഴിക്കുക. അതിനുശേഷം വലയത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, അതുപോലെ തന്നെ സിയാറത്തിൻ്റെ തവാഫ് ചെയ്യുക.
നമുക്കറിയാം ഹജ്ജിൻ്റെ അമലുകൾ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി അത് ക്രമമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ല. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ ശരീഅത്തിൻ്റെ അഹ്കാമുകളെല്ലാം തന്നെ എല്ലാ വിഷയങ്ങളും, ഇബാദത്തുകൾ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇതിൻ്റെ എല്ലാ വിശദമായ രീതിയിൽ, ക്രമമായ രീതിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തങ്ങളാണ് നമുക്കത് കൃത്യമായി പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ചില സൂചനകൾ, ആ ആയത്തിൽ ഇന്ന കാര്യങ്ങളുടെ സൂചനയുണ്ട്, ഇതിൽ സിയാറത്തിൻ്റെ, തവാഫിൻ്റെ സൂചനയുണ്ട്, ഇത് അറുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമെന്നല്ലാതെ കൃത്യമായി ഇതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതുപോലെ നമസ്കാരം എത്ര നേരമാണ് നിസ്കരിക്കേണ്ടത്, ഓരോ നിസ്കാരവും എത്ര റക്അത്താണ്, ഓരോ റക്അത്തുകളും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, റുക്കുവാണോ ആദ്യം ചെയ്യേണ്ടത്, സുജൂദാണോ ആദ്യം ചെയ്യേണ്ടത്, ഇതെല്ലാം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിനാണ് ഹദീസുകൾ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാത്രമേ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിൻപറ്റാനേ പറ്റൂ. തങ്ങളുടെ ഹദീസുകൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയൂ. അല്ലാതെ ഒരാൾക്ക് ഖുർആൻ അനുസരിച്ച് മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഹജ്ജിൻ്റെ ചില അമലുകൾ ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ദുൽഹജ്ജ് 8 നമ്മൾ ഇഹ്റാം കെട്ടുന്നു, അതിനുശേഷം മിനയിൽ പോകുന്നു, മിനയിൽ നമ്മൾ താമസിക്കുന്നു ഒരു ദിവസം, അതിനുശേഷം നമ്മൾ അറഫയിലേക്ക് 9 പോകുന്നു, അതിനുശേഷം അന്ന് രാത്രി തന്നെ 9 രാത്രി തന്നെ നമ്മൾ മുസ്ദലിഫയിലേക്ക് വരുന്നു, പിന്നെ മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ രാവിലെ ദുൽഹജ്ജ് 10 രാവിലെ നമ്മൾ വീണ്ടും മിനയിലേക്ക് പോകുന്നു. അവിടെ മീനയിൽ എത്തിയതിന് ശേഷം നമ്മൾ ജംറയിൽ എറിയുന്നു, ജംറയിൽ എറിഞ്ഞതിന് ശേഷം അറുത്തു കൊടുക്കുന്നവരാണെങ്കിൽ അറുത്തു കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഇഹ്റാം അഴിക്കുന്നു, ഇഹ്റാം അഴിച്ചതിന് ശേഷവും പിന്നെ നമ്മൾ സിയാറത്തിൻ്റെ തവാഫ് ചെയ്യുന്നു. ഈ രീതിയിൽ ഹജ്ജിൻ്റെ അമലുകൾ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർത്തിയാക്കി ചെയ്യുന്നു. ഈ ഒരു കൃത്യമായ ക്രമം അനുസരിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രൂപമാണ്. ഇതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഹജ്ജിൻ്റെ അമലുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, സഫ, മർവ, അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത് അള്ളാഹുവിൻ്റെ ശആഇറാണ്, ചിഹ്നങ്ങളാണ്, മതത്തിൻ്റെ ചിഹ്നങ്ങളെന്ന് പറയും. ചിഹ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കണ്ടുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ ദീനിൻ്റെ ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്, അതിനോട് നമുക്ക് ബഹുമാനം വേണ്ടതുണ്ട്. മതത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടാണ് ഇവകളെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഒട്ടകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽബുദിന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, കാരണം അറുത്തു കൊടുക്കുന്ന മൃഗമാണ്, അതും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നും കൂടെ ഈ ആയത്തുകൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അറുത്തു കൊടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം മാത്രം ഉച്ചരിച്ച് അറുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അറുക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം. കാരണം നമുക്ക് അറുക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് ഇതിൻ്റെ മാംസമോ അല്ലെങ്കിൽ ഇതിൻ്റെ രക്തമോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. മറിച്ച് അതിൽ നിന്നുള്ള തഖ്വ, നമ്മളിൽ നിന്ന് എന്താണോ അള്ളാഹുവിനോടുള്ള ഭയഭക്തി, അതിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രതിഫലങ്ങളെല്ലാം കിട്ടുന്നത് എന്നെന്ത് ചെയ്യാണ്, പറയുകയാണ്. ശേഷമുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്. രാത്രിയും പകലും മാറ്റിമറിച്ചതും, അതിൽ രാത്രി വിശാലമാകുന്നത് പകൽ ചുരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടതും, പിന്നെ അതുപോലെ ആകാശം അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടും, ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ ഓരോരോ രഹസ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണ് എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ പറയുകയാണ്. അതിനുശേഷം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്കുള്ള മറുപടി, അതിനെ, അവരുടെ വിശ്വാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയാണ്. ഒരു കഴിവുമില്ലാത്ത, ഒരു ഈച്ച വന്ന് ഇരുന്നാൽ അതിനെ തട്ടിക്കളയാൻ പോലും കഴിയാത്ത ഈ വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവസാനം ജിഹാദിൻ്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി ഹുവജ്തബാക്കും എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ജിഹാദ് നിർബന്ധമാകുന്നു. സൂറത്തുൽ ഹജ്ജിലൂടെ ഇതിനു മുമ്പും ജിഹാദ് നിർബന്ധമാണെന്നുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിനുശേഷം ഇബ്രാഹിമി മില്ലത്ത്, ആ മില്ലത്തിലാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ഇബ്രാഹിമി മില്ലത്ത്, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്ത് മില്ലത്തെ ഇബ്രാഹിമിലാണ്. മില്ലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു സമുദായം ഏതൊരു ചര്യ അനുസരിച്ചാണോ പോകേണ്ടത്. ഇപ്പം നമ്മുടെ ദീനിൻ്റെ യഥാർത്ഥ മെയിൻ നിയമങ്ങളെല്ലാം തന്നെ നമസ്കാരമാകട്ടെ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം തന്നെ, ഇത് പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും ആ മില്ലത്തിലുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലുള്ളതാണ്. ഇപ്പോഴുള്ള തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രൈസ്തവരാണെങ്കിലും ജൂതന്മാരാണെങ്കിലും എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങളെല്ലാം മില്ലത്തെ ഇബ്രാഹിമിയിലുള്ളതെന്നാണ്, ഇബ്രാഹിമി മില്ലത്തിലാണ് ഞങ്ങളുള്ളതെന്നാണ്. അപ്പോൾ അള്ളാഹു പറയണ യഥാർത്ഥ മില്ലത്തെ ഇബ്രാഹിമിലുള്ളത് മുസ്ലിമീങ്ങളാണ്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് എന്ന് പറയുകയാണ്. അള്ളാഹുവാണ് നമുക്ക് മുസ്ലിമീങ്ങൾ എന്ന പേരിട്ടത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ ഈ സൂറത്തിൻ്റെ അവസാനം, അതുപോലെ തന്നെ ജുസൂൻ്റെ അവസാനം ഫഅഖീമുസ്സലാത്ത വാത്തുസ്സക്ക എന്ന ആയത്താണ്. നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, അള്ളാഹുവിൽ പൂർണ്ണമായി നമ്മൾ ഭരമേൽപ്പിക്കുക, അവനെ മുറുകെ പിടിച്ചുകൊള്ളുക, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി ഈ ജുസൂം തീരുകയാണ്. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.